ഷെഫേ, ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ എപ്പോഴും ഒരു പ്രശ്നമായിട്ട് പറയുന്ന കാര്യമാണ് ഈ വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്യുക എന്നുള്ളത്. അതെ. അപ്പോൾ ഷെഫ് അതിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരുമോ, എങ്ങനെ പ്രോപ്പറായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യാന്നുള്ളത്? പറയാലോ. വേസ്റ്റ് സെഗ്രിഗേഷൻ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്. പല കാറ്റഗറിയിലുള്ള വേസ്റ്റേജസ് ഹോട്ടൽസിൽ ഉണ്ടാവാറുണ്ട്. ഇതിൽ മെയിൻ ആയിട്ട് വെറ്റ്, ഡ്രൈ, ഹസാർഡ് ആയിട്ടുള്ള വേസ്റ്റേജസ് ആണ് ഉള്ളത്. കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന കിച്ചൺ വേസ്റ്റുകൾ, ഫുഡ് സ്ക്രാപ്പ്, അതുപോലെ തന്നെ പ്ലാൻ മെറ്റീരിയൽസ്, ഇവയാണ് പ്രധാനമായിട്ടും വെറ്റ് വേസ്റ്റിൽ വരുന്നത്. റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന പേപ്പർ, ഗ്ലാസ്, വുഡ്, അതുപോലെ തന്നെ മെറ്റൽസും പ്ലാസ്റ്റിക്കുമാണ് ഡ്രൈ വേസ്റ്റിൽ വരുന്നത്. ഇനി ഹസാർഡസ് ആൻഡ് ടോക്സിക് വേസ്റ്റ് ആണ്. ഇതിൽ പെയിന്റ്, ക്ലീനിങ് കെമിക്കൽസ്, ബാറ്ററീസ്, യൂസ് ചെയ്ത ബൾബുകൾ, മെഡിസിൻ ലെഫ്റ്റ് ഓവേഴ്സ്, ഇവയാണ് ഹസാർഡസ് ആയിട്ടുള്ളത്. വേസ്റ്റ് സെഗ്രിഗേഷൻ ചെയ്യുന്നത് വഴിയായിട്ട് എൻവയറൺമെന്റൽ പ്രൊട്ടക്ഷൻ, റിസോഴ്സ് കൺസർവേഷൻ, അതുപോലെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് ദ പബ്ലിക്, അതുപോലെ ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി ഇൻ ദ സസ്റ്റൈനബിൾ വേസ്റ്റ് മാനേജ്മെന്റ്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില പോയിന്റ് ഓഫ് സ്ട്രാറ്റജീസ് നമ്മൾ ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. ഒന്നാമതായിട്ട് യൂസ് കളർ കോഡഡ് ആൻഡ് ക്ലിയർലി ലേബിൾഡ് ബിൻസ്. അത് നമ്മുടെ പബ്ലിക് ഏരിയയിലും അതുപോലെ തന്നെ ബാക്ക് ഓഫ് ദ ഹൗസിലും നമ്മൾ മസ്റ്റ് ആയിട്ട് വെച്ചേ പറ്റത്തുള്ളൂ. പീരിയോഡിക്കലി ആയിട്ടുള്ള വേസ്റ്റ് ഓഡിറ്റുകൾ കണ്ടക്ട് ചെയ്യുക. ഇതുവഴിയായിട്ട് മേജർ സോഴ്സ് ഓഫ് വേസ്റ്റ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഫുഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുക. ഇതിലൂടെ ഓൺ സൈറ്റ് കമ്പോസ്റ്റിംഗ് ഡെവലപ്പ് ചെയ്ത് ഫുഡ് സ്ക്രാപ്പുകളെ വളമായിട്ടും അതുപോലെ തന്നെ എനർജി സോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്റ്റാഫ് ട്രെയിനിങ് ആണ്. നല്ലൊരു വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ കോസ്റ്റ് സേവ് ചെയ്യാനും സസ്റ്റൈനബിലിറ്റിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമ്മുടെ ബ്രാൻഡിന്റെ വാല്യൂ ഏറ്റവും നല്ല രീതിയിൽ ഉയർത്തുവാനായിട്ട് നമുക്ക് സാധിക്കും.